ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഇന്നത്തെ നിൻ്റെ ജീവിതം ഈശോയുടെ ധന്യനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയിലേക്ക് നീ നിന്നെ തന്നെ കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ നിന്നിൽ രൂപപ്പെടേണ്ടത് സ്നേഹവും കാരുണ്യമാണ്. ജസ്റ്റ് നീതി മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതല്ല, നീതിയുടെ കൂട്ടത്തിൽ സ്നേഹവും കാരുണ്യവും കൊണ്ട് നിന്നെ നിറയ്ക്കണം. വെറും നിയമാനുസൃതം നമ്മെ ഒരിടത്തും എത്തിക്കത്തില്ല. നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹവും കാരുണ്യവും പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കണം. ഇവിടെ ഈശോ പറയുന്ന ഒരു വചനം വളരെ ശ്രദ്ധേയമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാമത്തെ അധ്യായം 20-ാം തിരുവചനം. നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും ഫരീസയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ നിയമജ്ഞരെക്കുറിച്ചും ഫരീസയരെക്കുറിച്ചും പറയുന്നു. അവർ നീതിപൂർവ്വം പ്രവർത്തിക്കുന്നവരാ, നിയമാനുസൃതമായിട്ട് പോകുന്നവരാ. ഈശോ പറയുക, അതിനെ അതിശയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യം കൂടി നിന്നിൽ നിന്ന് അതോടൊപ്പം ഒഴുകേണ്ടതായിട്ടുണ്ട്. ലെവലേശം കാരുണ്യമില്ലാതെ നിയമത്തിൽ മാത്രം പിടിച്ചും പോകാൻ പറ്റും. അതിനെക്കുറിച്ചല്ല ഈശോ പറയുക. ഇന്ന് നീ ജീവിതത്തെ ഒന്ന് ചിന്തിക്കണം. എത്രത്തോളം നീ ഉള്ളത് കൊണ്ട് മറ്റുള്ളവർ ആശ്വസിപ്പിക്കപ്പെടുന്നു, മറ്റുള്ളവർ നിന്റെ ദൈവത്തെ തിരിച്ചറിയുന്നു. അതിനൊരു മാർഗമായി തീരാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചുന്ന കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്റെ സ്നേഹത്തിന് നന്ദി പറയുകയാണ്. ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് കർത്താവ് ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ്. ഈശോയെ, നിന്റെ കാരുണ്യത്തിൻ്റെ ഒരു വക്താവായി തീരുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമേ ദൈവം.